ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മീറ്റ് മസാല പൗഡറാണ്. മീറ്റ് മസാല പൗഡർ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. നമ്മുടെ മീറ്റ് കറീസ്, ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ തന്നെ പല തരം ഡിഷസിൽ കുറച്ച് ആഡ് ചെയ്താൽ വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ പല റെസിപ്പീസിലും യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് പറയാറില്ലേ മീറ്റ് മസാലപ്പൊടി ഒരു സ്പൂൺ എന്നൊക്കെ. കഴിഞ്ഞ റെസിപ്പി മുട്ടത്തോരനിലുണ്ടായിരുന്നു. അതുപോലെ കുത്തു പൊറോട്ട, പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ട റോസ്റ്റ്, അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ മീറ്റ് മസാല. അപ്പോൾ വളരെ നല്ലതാണ്. ഞാൻ നാടൻ കറി മസാല, ഈ മീറ്റ് മസാല, അതുപോലെ അറബിക് മസാല, ഇതൊക്കെ തീർന്നാൽ ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കി വെക്കാറുണ്ട്. അതിലൊരെണ്ണമാണ് ഇത്. ഇതിൻ്റെ റെസിപ്പി കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഈ റെസിപ്പി പണ്ട് മുതൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്നതാണ്. പിന്നെ ഒരിടയ്ക്ക് എൻ്റെ ബുക്കിൽ നിന്ന് ഇത് കാണാണ്ടായി, എവിടെ പോയിന്നറിയില്ല. പിന്നെ കുറച്ച് പേര് ചോദിച്ചു ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്നോ. അപ്പോൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ആ പഴയ ടേസ്റ്റ് കിട്ടണില്ല. അങ്ങനെ ഒരു മാസമായിട്ട് കുറച്ച് ശ്രമത്തിലായിരുന്നു അത് പിന്നെയും അതേ ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഷെയർ ചെയ്യുന്നു. മീറ്റ് മസാല പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം ഒന്ന് അളന്ന് വെക്കണം. 4 ടേബിൾ സ്പൂൺ മല്ലിക്കുരു, 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ചന്നാദാൽ, 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്. കുരുമുളകിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് കറുകപ്പട്ട വേണം, സിനമൺ. അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചിട്ടിട്ട് ഒരു ഏകദേശം അളന്നെടുത്താൽ മതി. 2 ടീസ്പൂൺ. പിന്നെ 20 ഏലക്ക. നല്ല ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം. സ്പൈസസ് ഒക്കെ ഒരുപാട് പഴയതായാലും മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ എടുക്കരുത്. 20 ഗ്രാമ്പൂവും വേണം. പിന്നെ ഒരു ജാതിക്ക എടുത്തിട്ട് നേരെ പകുതി ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി കഷ്ണം ജാതിക്ക, 2 തക്കോലം, അപ്പം ഇതൊക്കെ സാധാരണ എല്ലാവരുടെയിലും കാണുന്ന സ്പൈസസ് ആണ്. അങ്ങനെ കുറച്ച് കിട്ടാൻ പ്രയാസമുള്ളത് ഈ വാൽമുളക് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ്. ക്യൂബ് പെപ്പർ, ടെയിൽ പെപ്പർ എന്നൊക്കെ പറഞ്ഞ് കിട്ടും. ഇത് ഇല്ലെങ്കിലും ഒഴിവാക്കാം. 15 എണ്ണം മതി. എന്നാലും അതിനൊരു നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മസാലപ്പൊടിക്ക്. അപ്പോൾ അതെല്ലാം അളന്ന് വെച്ചു. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി ആദ്യം ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാനൊരു ഇരുമ്പൻ ചട്ടിയിലിട്ടിട്ട് ഒന്ന് പൊട്ടിക്കണം. എണ്ണ ഒന്നും ഒഴിക്കണില്ല. കടുക് പൊട്ടിത്തുടങ്ങും. നമുക്കൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കടുക് നന്നായി ഒന്ന് പൊട്ടിത്തുടങ്ങും. കൂടുതൽ നേരം വേണ്ട, കാരണം കടുകും ഉലുവയും കറുത്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റും കളറൊക്കെ മാറും. അപ്പോൾ ഒന്ന് നന്നായി പൊട്ടി അതിൻ്റെ ഒരു മണം വന്നാൽ മതി. അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, പെട്ടെന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നമുക്ക്. പിന്നെ ഇത് തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടില്ല, ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മതി. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒരുപാട് എരിവ് കൂടാണ്ടിരിക്കാൻ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. അടുപ്പിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം. ചട്ടിക്ക് ചൂട് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ മുളകും മഞ്ഞളും കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് ചൂടാക്കി കിട്ടാനാണ്. അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിലേക്ക് നമുക്ക് ബാക്കി അളന്ന് വെച്ച എല്ലാ സ്പൈസസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഒരു മണം കിട്ടി തുടങ്ങും. അങ്ങനെ നന്നായി ഒന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് 4 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി, ചെറിയ അല്ലിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഇടണം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില. വെളുത്തുള്ളിയും കറിവേപ്പില നല്ല ഡ്രൈ ആയിരിക്കണം, പേപ്പറിൽ വെച്ചിട്ട് ഉണക്കിയതായിരിക്കണം. ഇനി ഇത് 1 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ആ സ്പൈസസൊക്കെ ഈ വെളുത്തുള്ളിയുടെ മുകളിൽ ഇങ്ങനെ മൂടി കൊടുത്തുകൊണ്ടിരിക്കണം മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ വെളുത്തുള്ളിയിലുള്ള കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടും, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. നല്ലൊരു മണം വരും ആകെ കൂടെ. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതും കൂടി ചേർത്ത് നമുക്ക് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സി ജാറിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ പറ്റൂല, 2-3 പ്രാവശ്യമായിട്ട് ചെയ്യണം. ഞാനിടയ്ക്ക് ആദ്യം ഇതുപോലെ ഒരു തരിപ്പായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. ഏറ്റവും അവസാനം 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് കുറവ് മതിയെങ്കിൽ കുറച്ച് എടുക്കാം. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് അടിക്കുന്നത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഒന്ന് നന്നായി പൊടിച്ചെടുത്താൽ നമ്മുടെ മീറ്റ് മസാല പൗഡർ റെഡി. നല്ല ഒരു സ്പൈസ് മിക്സ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനൊരു ദിവസം ഇത് വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇത് 150 ഗ്രാമോളം വരും. ഇത് ഫൈനൽ വെയിറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ചെറിയ ജാറിൽ സ്റ്റോർ ചെയ്യാനുള്ള അത്രയും. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ജാറിൽ അടച്ചു വെച്ച് ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.